വെള്ളം ഒഴിച്ചു. കഴിക്ക്. എനിക്കടാ എനിക്കടാ പൃഥ്വി, നീ എന്തായി കാണിക്കുന്നത്? നിർത്ത്. നിങ്ങൾ ആരും ഇതിൽ ഇടപെടരുത്. നിനക്ക് നാണമില്ലടാ. ഞങ്ങളെ പറ്റിച്ച് ഇവിടുത്തെ സ്വത്ത് അടിച്ചു മാറ്റാൻ നോക്കിയിട്ട് ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു. പൃഥ്വി, നീ എന്തായി ചെയ്യുന്നേ? നീ എവിടുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പഠിച്ചത്? കിരൺ ആഹാരം കഴിക്കാൻ ഇരുന്ന് നീ കണ്ടതല്ലേ? അതിന് ഇവൻ ചെയ്ത തെറ്റെന്താന്ന് ചേച്ചിക്ക് അറിയാവുന്നതല്ലേ. ഇതുപോലൊരു ക്രിമിനലിനെ ഇങ്ങനെ സൽക്കരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആരായാലും കഴിക്കുന്നിടത്തുനിന്ന് ആഹാരം തട്ടിക്കളയുന്നത് എത്ര വലിയ പാപമാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ പൃഥ്വി? അത് കൊള്ളാലോ. കള്ളനെയും ക്രിമിനലിനെയും സപ്പോർട്ട് ചെയ്യുന്നതിന് നിനക്ക് ഒരു മടിയില്ല. പൃഥ്വി നിന്റെ അനിയനല്ലേ, നീ എന്താ അവനെ സപ്പോർട്ട് ചെയ്യാത്തത്? ഒന്ന് നിർത്താവോ? ഞങ്ങൾ മിണ്ടാതെ നിൽക്കുന്നു കരുതി ഇൻസൾട്ട് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. ചേച്ചിക്ക് ചേച്ചിയുടെ അനിയൻ വലുതാണെങ്കിൽ എനിക്ക് എന്റെ ഭർത്താവും അങ്ങനെ തന്നെയാ. ദുർഗ, വേണ്ട. ഓ, അങ്ങനെയാണെങ്കിലേ നിന്റെ ഭർത്താവ് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് നീ തെളിയിക്ക്. തെളിയിക്കും, ഉറപ്പായും തെളിയിച്ചിരിക്കും. വെറുതെ പറയുന്നതല്ലാതെ നീയൊന്നും ചെയ്യുന്നില്ലല്ലോ. സംസാരം നിർത്തി ആദ്യം തെളിവ് കൊണ്ടുവാ. പിഴവുകളില്ലാതെ കിരണിനെ പറഞ്ഞ് പറ്റിച്ചു എന്ന് മനസ്സിൽ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാ. ദുർഗെ, വേണ്ട ചേച്ചി, എന്നെ തടയണ്ട. ഞാനൊന്നും പറയുന്നില്ല. എല്ലാവർക്കും വേണ്ടത് തെളിവല്ലേ, ഞങ്ങളത് തന്നോളാം. വാ കിരൺ, വാ.